ഹായ് ഹലോ അസ്സാം വലൈക്കും. മനുഷ്യന് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? സംശയമില്ല, അവനെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനായ ദൈവത്തോട് തന്നെ. അവനാണല്ലോ മനുഷ്യനെ എല്ലാം നൽകിയത്. ജീവനും ജീവിതവും ജീവിത വിഭവങ്ങളും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള പാനീയവും കഴിക്കാനുള്ള ആഹാരവും താമസിക്കാനുള്ള ഇടവും എല്ലാം നൽകി അനുഗ്രഹിച്ചതും അവനാണല്ലോ. എന്നാൽ മനുഷ്യൻ്റെ ജനനവും വളർച്ചയും സംഭവിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. മാതാവാണ് ഏറെ ക്ലേശിച്ച് ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും. വളരെ പ്രയാസപ്പെട്ട് പോറ്റി വളർത്തുന്നതും മാതാവാണ്. സംരക്ഷിച്ചതും ചികിത്സിച്ചതും പഠിപ്പിച്ചതും പിതാവാണ്. ഉണ്ണാനും ഉടുക്കാനും ആവശ്യമായത് നൽകിയത് അദ്ദേഹമാണ്. സമ്പത്ത് ചെലവഴിച്ച് ജീവിത സൗകര്യങ്ങൾ ഒരുക്കിയതും പിതാവ് തന്നെ. കരയാനല്ലാതെ മറ്റൊന്നും അറിയാതെയും കാലിട്ടടിക്കാനല്ലാതെ ഒന്നിനും കഴിയാതെയും പിറന്നു വീണ പിഞ്ചു പൈതലിനെ 10-20 വയസ്സുവരെ നീണ്ട 2 പതിറ്റാണ്ടുകാലം പ്രയാസം സഹിച്ചും കഠിനമായി അധ്വാനിച്ചും വളർത്തിയതും സംരക്ഷിച്ചതും മാതാപിതാക്കളാണ്. അഥവാ ദൈവത്തെ കഴിച്ചാൽ മനുഷ്യനെ അവനാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് അവരാണ്. അതിനാലാണ് കവി കടമ്മനിട്ട ഇങ്ങനെ ചോദിച്ചത്: നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്? പൂവറിയുമോ വേരറിഞ്ഞ കയ്പുകൾ എന്ന ചോദ്യവും ഏറെ പ്രസക്തമത്രേ. അതുകൊണ്ട് തന്നെ ദൈവത്തെ കഴിച്ചാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്തമുള്ളതും മാതാപിതാക്കളോടാണ്. ആദരവും അനുസരണയും കാണിക്കേണ്ടതും അവരോട് തന്നെ. നന്മയും നന്ദിയും പ്രകടിപ്പിക്കേണ്ടതും മാതാപിതാക്കളോടത്രേ. ഇക്കാര്യം ദൈവം ഖുർആനിലൂടെ മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു. അവൻ്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത്. അവൻ്റെ മുലകുടി നിർത്തലോ 2 കൊല്ലം കൊണ്ടുമാണ്. അതിനാൽ നീ എന്നോട് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക. എൻ്റെ അടുത്തേക്കാണ് നിന്റെ തിരിച്ചുവരവ്. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അവശത ബാധിച്ചു തുടങ്ങുന്നു. പലതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇவ்விധം വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും പറയരുതെന്ന് ഖുർആൻ കണിശമായി കൽപ്പിക്കുന്നു. അവരോട് കാരുണ്യം കാണിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അനുശാസിക്കുന്നു. നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ അല്ലാതെ വഴിപ്പെടരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരിൽ ഒരാളോ 2 പേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പരുഷമായി സംസാരിക്കരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. മാതാപിതാക്കൾക്ക് കാരുണ്യപൂർവ്വം വിനയത്തിൻ്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക: എൻ്റെ നാഥ, കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. ഏതവസ്ഥയിലും അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത്. കയർത്ത് സംസാരിക്കരുത്. അവരെ അവഗണിക്കരുത്. സ്നേഹത്തോടെ വാർത്തെടുക്കണം. പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. നന്നായി പരിഗണിക്കുകയും പരിരക്ഷിക്കുകയും വേണം. അവർ മോശമായി പെരുമാറിയാലും തിരിച്ചങ്ങനെ ചെയ്യരുത്. അവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന ഒരു സമീപനവും ഉണ്ടാവരുത്. അനിഷ്ടമായ നോട്ടം പോലും അരുതാത്തതാണ്. മാതാപിതാക്കളുടെ വികാരം വ്രണപ്പെടുകയോ അഭിമാനം ക്ഷതപ്പെടുകയോ ചെയ്യുന്ന ഒന്നും മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. താൻ കാരണമായി തൻ്റെ മാതാപിതാക്കളുടെ കണ്ണ് നനയുകയോ ഹൃദയം പിടയുകയോ ഇല്ലെന്ന് ഉറപ്പിക്കാൻ മക്കൾക്ക് നിർബന്ധമായും സാധിക്കണം. ഒരു കാരണവശാലും അനുസരണക്കേട് സംഭവിക്കരുത്. ഇസ്ലാം കൊടിയ പാപമായി നിശ്ചയിച്ച ബഹുദൈവത്വം സ്വീകരിക്കാൻ നിർബന്ധിച്ചാൽ പോലും അക്കാര്യത്തിൽ അനുസരിക്കരുതെന്നല്ലാതെ മറ്റു കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുത് എന്ന് ദൈവം അനുശാസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ മാതാപിതാക്കളോട് അവർക്ക് വേണ്ട കർത്തവ്യങ്ങളും കടമകളും ഒക്കെ ചെയ്ത് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും നാഥൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.